പോയിന്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാവുന്നത് ക്ലാസ് 12ലെ 4th ചാപ്റ്റർ ആയിട്ടുള്ള മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം അഥവാ ചലിക്കുന്ന ചാർജുകളും കാന്തികതയും എന്നതിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ചാപ്റ്ററിന്റെ പേര് പോലെ തന്നെ മൂവിംഗ് ചാർജസ് എന്താണെന്നും അതിന് മാഗ്നറ്റിസവുമായിട്ടുള്ള ബന്ധം എന്താണെന്നും നമ്മൾ ഈ ചാപ്റ്ററിലൂടെ മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ബേസിസിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്ന കുറേ അധികം അപ്ലയൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ ഓർത്തെടുക്കാവുന്നതാണ്. കുഞ്ഞു ക്ലാസ്സസിലും നമ്മൾ എന്തിനെ പറ്റി പഠിച്ചിട്ടുണ്ട്? മാഗ്നറ്റിസത്തിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ സർക്കുലർ കോയില്, കണ്ടക്ടർ, ഇവയുടെയൊക്കെ മാഗ്നറ്റിക് ഫോഴ്സ്, അപ്പോൾ അതുപോലെ തന്നെ ഈ മാഗ്നറ്റിക് ഫോഴ്സ്, അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ്, ഇതൊക്കെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന പല ലോകളെ കുറിച്ചും നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പരിചയപ്പെടും. ഓക്കെ, അതുപോലെ തന്നെ ലബോറട്ടറിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ കാണുന്ന ഡിവൈസിനെ കുറിച്ചിട്ടും നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചാപ്റ്ററിലേക്ക് പോയാലോ? മാഗ്നറ്റ്സ്. എന്താണ് മാഗ്നറ്റുകൾ? മാഗ്നറ്റിനെ കുറിച്ച് ഞാൻ വലിയൊരു ഇൻട്രൊഡക്ഷൻ തരേണ്ട കാര്യമില്ല അല്ലേ? കാരണം എന്താണ്, നമ്മുടെ ഡെയിലി ലൈഫിൽ എപ്പോഴും കാണുന്ന ഡിവൈസസ് ആണ്, അല്ലെങ്കിൽ കാണുന്ന ഒബ്ജക്ട്സ് ആണ് മാഗ്നറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് മാഗ്നറ്റ്സ് ചെയ്യുന്നത്, എന്താണ് അവരുടെ പ്രോപ്പർട്ടി എന്നതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാം. ഓക്കെ, മാഗ്നറ്റുകൾ എന്ന് വെച്ചാൽ എന്താണ്? ഏത് ഒബ്ജക്ട്സ് ആണോ മാഗ്നറ്റിക് ആയിട്ടുള്ള മെറ്റീരിയലിനെ അട്രാക്ട് ചെയ്യുന്നത്, അത്തരം ഒബ്ജക്ട്സിനെയാണ് നമ്മൾ മാഗ്നറ്റ്സ് എന്ന് വിളിക്കുക. അവരുടെ ഈ പ്രോപ്പർട്ടിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? മാഗ്നറ്റിസം. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട്. നിങ്ങൾ അതിന് എക്സാമ്പിൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? എപ്പോഴും നമ്മൾ കാണുന്ന എക്സാമ്പിൾ ആണ് എന്തായിരിക്കും? ഒരു മാഗ്നറ്റിന്റെ അടുത്ത് ഒരു അയൺ നെയിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് അട്രാക്റ്റഡ് ആവുന്നത് കാണാം അല്ലേ? പിന്നെ എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് മാഗ്നറ്റ്സ് കാണാൻ പറ്റുന്നത്? കുറേ അധികം ഡിവൈസസിൽ നിങ്ങൾക്ക് മാഗ്നറ്റ്സ് കാണാൻ സാധിക്കും. ഓക്കെ, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ബാഗുകളാവട്ടെ, ഓക്കെ, അതിനെന്തുണ്ട്? അതിൻ്റെ ലോക്കുകൾ അല്ലെങ്കിൽ പേഴ്സിൻ്റെയൊക്കെ ആ ഒരു ലോക്കുകൾ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ മുതൽ നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ വരെ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? മാഗ്നറ്റ്സിൻ്റെ ആപ്ലിക്കേഷൻസ് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എത്തരത്തിലുള്ളതാണ് മാഗ്നറ്റിക് മെറ്റീരിയൽസ്? അയേൺ, കൊബാൾട്ട്, നിക്കൽ, ഇതൊക്കെ എന്താണ്? മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി അയേൺ ഫില്ലിങ്സ്, കുറച്ച് ഇരുമ്പ് തരികൾ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അതിന് സംഭവിക്കുക? ഇരുമ്പ് തരികളിലേക്ക് എന്ത് നമ്മളൊരു മാഗ്നറ്റ് കൊണ്ട് വെച്ചു എന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ആ ഇരുമ്പ് തരികൾ എന്ത് ചെയ്യുന്നത് കാണാം? ഒരു പ്രത്യേക പാറ്റേണിൽ അറേഞ്ച് ചെയ്യുന്നത് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇരുമ്പിന് ആ ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ള ആ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് ആ ബാർ മാഗ്നറ്റ് വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക പാറ്റേൺ അത് സ്വീകരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് ക്ലിയർ ആയല്ലോ? മാഗ്നറ്റ്സ് എന്താണെന്നുള്ളത്? മെറ്റീരിയൽസ് വിച്ച് പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് വിച്ച് ഹാവ് ദി പ്രോപ്പർട്ടി ഓഫ് അട്രാക്റ്റിംഗ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് ലൈക്ക് അയൺ, നിക്കൽ ആൻഡ് കൊബാൾട്ട് ആർ നോൺ ആസ് മാഗ്നറ്റ്സ്. ദിസ് പ്രോപ്പർട്ടി ഇസ് നോൺ ആസ് മാഗ്നറ്റിസം. ഓക്കെ, അപ്പോൾ ഇതൊരു ബാർ മാഗ്നറ്റ് ആണ് നമ്മളിവിടെ കാണുന്നത്. ബാർ മാഗ്നറ്റ് എന്താണ്? അതിന് രണ്ട് പോൾസ് ഉണ്ട്, ഒന്ന് നോർത്ത് പോളും ഒന്ന് സൗത്ത് പോളും. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? ഇതൊരു യു ഷേപ്ഡ് മാഗ്നറ്റ് ആണ്. അതിലേക്ക് ആര് അട്രാക്റ്റഡ് ആയിരിക്കുന്നത് നമുക്കിവിടെ കാണാം? അയേൺ നെയിൽസ് അതിലേക്ക് അട്രാക്റ്റഡ് ആയിരിക്കുന്നത് നമുക്കിവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഈ മാഗ്നറ്റുകൾ എങ്ങനെയാണ് നമ്മൾ മാഗ്നറ്റിനെ തിരിച്ചറിഞ്ഞത്? അതിനൊരു കഥയുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുള്ള കഥ തന്നെയായിരിക്കാം. എങ്ങനെയാണ് മാഗ്നറ്റിന് ഈ പേര് വന്നത്? ഗ്രീസിലെ മഗ്നീഷ്യ എന്ന് പറയുന്ന ഐലൻഡിൽ ഒരു ആട്ടിടയൻ, ഒരു ഷെപ്പേർഡ്, മഗ്നീസ് എന്നു പേരുള്ള ഒരു ആട്ടിടയൻ തൻ്റെ ആടുകളെ മേയ്ക്കാൻ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ആ ഒരു റോക്കിലൂടെ അദ്ദേഹത്തിൻ്റെ ആടുകളെ മേയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഷൂയിൽ എന്താണ്? ഷൂ അവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് പോലെ ആ ഷൂവിന് ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വടിയുണ്ട്, അദ്ദേഹം കുത്തി നടക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വടി. ആ വടിയും എന്താണ്? ഒരു അയേൺ ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു വടിയാണ്. അതും അദ്ദേഹത്തിൻ്റെ ഷൂയിൽ കുറച്ച് നെയിൽസ് ഒക്കെ ഉണ്ട്. ആ നെയിൽസും ആ റോക്കിലേക്ക് അട്രാക്റ്റഡ് ആയതായിട്ട് ആ ആട്ടിടയന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു അവിടുത്തെ പ്രത്യേകത? അപ്പോൾ അവർക്ക് മനസ്സിലായി എന്തെന്നാൽ ഈ അയേണിനെയും അതുപോലെ തന്നെ മാഗ്നറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസിനെയും ഒക്കെ അട്രാക്ട് ചെയ്യുന്ന എന്തോ ഒന്ന് ആ റോക്സിലുണ്ട്. ഓക്കെ, അതായിരുന്നു മാഗ്നറ്റിക് ഓറുകൾ. ഓക്കെ, അപ്പോൾ മാഗ്നീഷ്യയിലെ അവിടെയുള്ള ആ മാഗ്നറ്റിക് ഓർസ് മഗ്നീഷ്യയിൽ നിന്നാണ് നമ്മൾ തിരിച്ചറിഞ്ഞത് എന്നുള്ളത് കൊണ്ട് നമ്മൾ ആ മാഗ്നറ്റുകൾക്ക് എവിടെ നിന്നാണ് പേര് വന്നത്? ഗ്രീസിലെ ഐലൻഡായ മാഗ്നീഷ്യയിൽ നിന്നാണ് ആ ഒരു പേര് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ഓർ
ആ മാഗ്നറ്റിക് ഓർ എന്ന് പറയുന്നത് മാഗ്നറ്റൈറ്റ് എന്ന് വിളിക്കും. മാഗ്നറ്റൈറ്റ് അടങ്ങിയിരിക്കുന്ന റോക്കുകളാണ് എന്തായിട്ട് ആക്ട് ചെയ്യുക, ഒരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് ഈ ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു മാഗ്നറ്റൈറ്റിന്റെ ഒരു ഫോം തന്നെയാണ് ഈ ഒരു ലോഡ് സ്റ്റോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ലോഡ് സ്റ്റോൺ. ഇതിന് മാഗ്നറ്റിക് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ എന്താണ് മാഗ്നറ്റ് എന്ന് പറയുന്ന ആ ഒരു വാക്കിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്? അത് നമ്മളിപ്പോൾ പറഞ്ഞ ഒരു കഥയാണ്. ഓക്കെ, അപ്പോൾ ദ വേർഡ് മാഗ്നറ്റ് ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ നെയിം ഓഫ് ആൻ ഐലൻഡ് ഇൻ ഗ്രീസ് വേർ മാഗ്നറ്റിക് ഓർ ഡെപ്പോസിറ്റ്സ് വർ ഫൗണ്ട്. ഓക്കെ, അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് മാഗ്നറ്റിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്? മാഗ്നറ്റിന് എന്തുണ്ട്? 2 പോൾസ് ഉണ്ട്. ഒന്ന് സൗത്ത് പോളും ഒന്ന് നോർത്ത് പോളും. ഓക്കെ, നോർത്ത് പോളും ഉണ്ട്, സൗത്ത് പോളും ഉണ്ട്. ഓക്കെ, അടുത്തത് ലൈക്ക് പോൾസ് റിപ്പൽ ഈച്ച് അതർ ആൻഡ് അൺലൈക്ക് പോൾസ് അട്രാക്ട് ഈച്ച് അതർ. ലൈക്ക് പോൾസ് എന്താണ്? ഒരു പോലത്തെ പോൾസ്. ഓക്കെ, സൗത്ത് പോളും സൗത്ത് പോളും, അല്ലെങ്കിൽ നോർത്ത് പോളും നോർത്ത് പോളും. ഓക്കെ, അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇത് രണ്ട് ഇതാണ് മാഗ്നറ്റ്സ് എന്ന് കരുതുക. സെയിം പോൾസ് ആണെങ്കിൽ അത് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും അല്ലേ, അവരെ ദൂരേക്ക് നീങ്ങും. ഇനി അൺലൈക്ക് പോൾസ്, ഒരു സൗത്ത് പോൾ ഒരു നോർത്ത് പോൾ ആണെങ്കിൽ അവർ അട്രാക്ട് ചെയ്യും, അടുത്തേക്ക് വരും അല്ലേ. അപ്പൊ എന്താ അവിടെ കാണാൻ സാധിക്കുന്നത്? നോർത്ത് ആൻഡ് സൗത്ത് പോൾ, ദാറ്റ് ഇസ് അൺലൈക്ക് പോൾസ് ആണെങ്കിൽ ദർ ഇസ് എൻ അട്രാക്ഷൻ. ഓക്കെ, അവിടെ ഒരു ആകർഷണമാണ് ഉണ്ടാവുന്നത്. ഇനിയോ രണ്ട് ഒരേപോലത്തെ പോൾസ്, നോർത്ത് പോളും നോർത്ത് പോളും ആണെങ്കിൽ അവിടെ റിപ്പൽഷൻ. ഓക്കെ, അതുപോലെ തന്നെ സൗത്ത് പോളും സൗത്ത് പോളും ആണെങ്കിൽ അവിടെയും എന്താ കാണാൻ സാധിക്കുന്നത്? റിപ്പൽഷൻ. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി എന്താ നോക്കാം. Poles of magnet cannot be isolated. മാഗ്നറ്റിക് പോൾസ് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഐസൊലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. എനിക്കൊരു നോർത്ത് പോൾ വേണം, അപ്പോൾ ഞാൻ ബാർ മാഗ്നറ്റ് മുറിച്ചിട്ട് എനിക്കത് നോർത്ത് പോൾ മാത്രമുള്ള ഒരു ബാർ മാഗ്നറ്റ് ആക്കി മാറ്റാൻ പറ്റുമോ? ഒരിക്കലും സാധിക്കില്ല. കാരണം എന്താണ്? മാഗ്നറ്റ്സിന് മോണോ പോൾസ് എക്സിസ്റ്റ് ചെയ്യില്ല. ഒരു പോളായിട്ട് ഒരു മാഗ്നറ്റിന് ഒരിക്കലും നിലനിൽക്കാൻ സാധിക്കില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ്? അതിനെ ഡിവൈഡ് ചെയ്യുന്തോറും അതിന്റെ പോൾസും ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഇതിനെ നമ്മൾ രണ്ടാക്കുമ്പോൾ ഇവിടെ ഒരു നോർത്തും സൗത്തും പോളും ഉണ്ടായി. ഇനി ഇതിനെ വീണ്ടും ഡിവൈഡ് ചെയ്താലോ ഇതിന് വീണ്ടും ഒരു നോർത്തും സൗത്തും പോളും ഉണ്ടായി. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്തുകൊണ്ടിരിക്കും? ആ ഒരു പോള് വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. 2 പോൾസ് ആയിട്ടായിരിക്കും ആ ഒരു മാഗ്നറ്റ് മാറുണ്ടാവുക. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല? മോണോ പോൾസ് ഉള്ള ഒരു മാഗ്നറ്റ് നമുക്ക് ഒരിക്കലും ഉണ്ടാക്കാൻ സാധിക്കില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തത് ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് അലൈൻസ് ഇൻ എ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ഫ്രീ ആയിട്ട് ഒരു സ്റ്റാൻഡിൽ ഞാൻ ഒരു ബാർ മാഗ്നറ്റ് എടുത്ത് അതിലൊരു ചരട് കെട്ടിയിട്ട് ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്യുന്നു, ഫ്രീ ആയിട്ട് തൂക്കിയിടുന്നു. എന്ത് സംഭവിക്കുന്നു? അത് ഏത് ഡയറക്ഷനിലാണ് റെസ്റ്റിലേക്ക് വരുന്നത്? ഇൻ ദി നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ഓക്കെ, നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും അതെന്ത് ചെയ്യുന്നത്? വന്ന് റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ മാഗ്നറ്റ്സിന്റെ പ്രോപ്പർട്ടീസ് എന്നുള്ളത് ക്ലിയർ ആയല്ലോ? അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്ന മാഗ്നറ്റ്സിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. അതിൽ കുറച്ച് എക്സാമ്പിൾസ് മാത്രമാണ് ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? ആദ്യമേ കാണാൻ സാധിക്കുന്നത് ഒരു ക്രെയിൻ ആണ് കേട്ടോ. ക്രെയിന് സാധനങ്ങളെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ക്രെയിൻ കാണാറുണ്ട്. അതുപോലെ തന്നെ ജങ്ക് യാർഡിൽ ഈ ഒരു ക്രെയിൻ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ആ ഒരു ക്രെയിനിന്റെ റോപ്പിന്റെ എൻഡിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു മാഗ്നറ്റ് ഫിക്സ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യാൻ സാധിക്കും? ആ ജങ്കിൽ നിന്ന് മാഗ്നറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ എന്തിലേക്ക് അട്രാക്ട് ചെയ്യും? ഈ ഒരു മാഗ്നറ്റിലേക്ക് അട്രാക്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ അവിടെ ആ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ സെപ്പറേഷൻ ഇതുവഴി നടക്കും. ഓക്കെ, അടുത്തത് എന്താണ്? സ്കാനിങ് ആണ്. MRI എന്ന് പറഞ്ഞ സ്കാനിങ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവാം. ഓക്കെ, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ്. ഇവിടെയൊക്കെ എന്താണ്? മാഗ്നറ്റിസത്തിന്റെ ഹെൽപ്പ് അവിടെ ആവശ്യം വരുന്നുണ്ട്. ഓക്കെ, അടുത്തത് ഡോർബെല്ലാണ്. നമ്മുടെ വീടുകളിലുള്ള ബെല്ല്, അവിടെയും എന്തുണ്ട്? മാഗ്നറ്റ്സിന്റെ എന്ത് വരുന്നുണ്ട്? യൂസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലൗഡ് സ്പീക്കേഴ്സ്, ഇതിലുമൊക്കെ എന്തിന്റെ യൂസ് വരുന്നുണ്ട്? മാഗ്നറ്റ്സിന്റെ യൂസ് വരുന്നുണ്ട്. അപ്പൊ കുഞ്ഞു കാര്യങ്ങൾ തൊട്ട് വലിയ വലിയ ആപ്ലിക്കേഷൻസിൽ വരെ എന്തിന്റെ ആവശ്യം വരുന്നുണ്ട്? മാഗ്നറ്റ്സിന്റെ ആവശ്യം വരുന്നുണ്ട്. ഓക്കെ, അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഓയിസ്റ്റഡ് എക്സ്പെരിമെന്റ് ആണ്. ഓക്കെ, ഓയിസ്റ്റഡ് എക്സ്പെരിമെന്റ് വഴി നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിച്ചത്? നോക്കാം. ഡാനിഷ് സയന്റിസ്റ്റ് ഹാൻസ് ക്രിസ്ത്യൻ ഓയിസ്റ്റഡ്. ഇതാണ് ഡാനിഷ് സയന്റിസ്റ്റ് ആയിട്ടുള്ള ഹാൻസ് ക്രിസ്ത്യൻ ഓയിസ്റ്റഡ്. അദ്ദേഹം നമുക്ക് എന്താ പറഞ്ഞത്? ഐഡിയ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിസം തന്നത് ആ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റിലൂടെ. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉള്ളതുപോലെ തോന്നുന്നുണ്ട് അല്ലെ? അത് തന്നെയാണ് ഇലക്ട്രോ മാഗ്നറ്റിസം പറയുന്നത്. അതെന്താന്ന് ആദ്യമേ ആ ഒരു എക്സ്പെരിമെന്റ് പറഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. ഓക്കെ,
The experiment was performed using a straight wire connected to a cell, key and a magnetic needle. Cell, key and magnetic needle ആയിരുന്നു ആ ഒരു എക്സ്പെരിമെന്റിന് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അവിടെ ബാറ്ററി യൂസ് ചെയ്യാം, അതുപോലെ തന്നെ റിയോസ്റ്റാറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ബാറ്ററിയോ റിയോസ്റ്റാറ്റോ ഒക്കെ വെച്ചുകൊണ്ട് അങ്ങനെ മോഡിഫൈ ചെയ്തിട്ടാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സ്പെരിമെന്റ് പെർഫോം ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സ്പെരിമെന്റിന്റെ സർക്യൂട്ട് ഡയഗ്രാം നിങ്ങൾക്ക് ഇവിടെ കാണാം. എങ്ങനെയാണ് ബാറ്ററി കണക്ട് ചെയ്തിരിക്കുന്നത്? ഇത്തരത്തിലാണ്. കറണ്ട് ഫ്ലോ ഇവിടെ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. അവിടെ ഒരു കീ ഉണ്ട്, ഇവിടെ ഒരു കോമ്പസ് നീഡിൽ ഉണ്ട്. ഓക്കെ, കോമ്പസ് നീഡിൽ അറിയാലോ, അതിലെന്താണ് ഒരു പിവട്ടഡ് നീഡിൽ. ആ ഒരു ഗ്ലാസ് കേസിൽ ഒരു നീഡിൽ ഉണ്ട് അതിൽ. ഓക്കെ, ആ ഒരു നീഡിൽ എന്താണ്, മാഗ്നറ്റൈസ്ഡ് ആയിട്ടുള്ള നീഡിലാണ്. എവിടെയാണോ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് അവിടെ അത് ഡിഫ്ലക്ട് ചെയ്യുന്നു. ഓക്കെ, സാധാരണ ട്രാവലേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അവരെന്തിനാ, നാവിഗേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഈ ഒരു കോമ്പസ് നീഡിൽ. ആ ഒരു നോർത്ത് ഡയറക്ഷൻ കാണിച്ചു തരാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാറ്, മാഗ്നറ്റിക് നീഡിൽ നമ്മൾ യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യുന്നു, ഈ ഒരു കറണ്ട് ക്യാരിങ് വയറിന്റെ അടുത്തായിട്ട് ഈ ഒരു മാഗ്നറ്റിക് കോമ്പസ് നീഡിൽ കൊണ്ട് വെക്കുന്നു. ഓക്കെ, കറണ്ട് ക്യാരിങ് വയറാണ്, സാധാരണ കോപ്പർ വയർ തന്നെയാണ് യൂസ് ചെയ്തിരുന്നത്. എപ്പോഴാണോ സ്വിച്ച് ഓൺ ആക്കുന്നത് എന്താ സംഭവിക്കുന്നത്, സർക്യൂട്ട് ക്ലോസ്ഡ് ആവുന്നു, അതിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് കാണാൻ സാധിച്ചു എന്താണ് അവിടെ ഒരു ഡിഫ്ലക്ഷൻ, ആ നീഡിലിന് ഒരു ഡിഫ്ലക്ഷൻ ഈ ഒരു ഡയറക്ഷനിലേക്ക്. ഓക്കെ, കറണ്ട് എങ്ങനെയാ പാസ് ചെയ്തത്, കറണ്ട് ഇത്തരത്തിൽ ഈ ഒരു ഡയറക്ഷനിലൂടെ പാസ് ചെയ്തപ്പോൾ ആ നീഡിലെ ഡിഫ്ലക്ഷൻ ഇത്തരത്തിലായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇതിന്റെ ഡയറക്ഷൻ ഒന്ന് റിവേഴ്സ് ചെയ്തിരുന്നെങ്കിലോ അപ്പോഴും ഡിഫ്ലക്ഷൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു സർക്യൂട്ട് ഞാൻ ഇവിടെ തന്നെ വരയ്ക്കുവാണ്. ഓക്കെ, എന്താ സംഭവിച്ചത്, പൊളാരിറ്റി ജസ്റ്റ് നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. പൊളാരിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് നോക്കിക്കോ, ആ കറണ്ടിന്റെ ഡയറക്ഷൻ ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ആവുന്നുണ്ട്. ഇവിടെ കീ വരയ്ക്കാം, കീ സ്വിച്ച് എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ ഒരു നീഡിൽ ഞാൻ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, ആ നീഡിൽ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് സൗത്ത്, ഇത് നോർത്ത്, ഇത്തരത്തിൽ ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ് ആയിട്ട് പൊളാരിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ കറണ്ട് എങ്ങനെയാണ് പാസ് ചെയ്യുന്നത്, ഇത്തരത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, ഡിഫ്ലക്ഷൻ ഉണ്ടാവും. എന്നാൽ ഇപ്പോൾ ഡിഫ്ലക്ഷൻ ഉണ്ടായതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഡിഫ്ലക്ഷൻ ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. പൊളാരിറ്റി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും അവിടെ എന്തുണ്ട്, ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് ജനറൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്താണ്, ഒരു കറണ്ട് ക്യാരിയിങ് വയറിന് ചുറ്റും എന്തോ ഒരു ഫോഴ്സ് ഉണ്ട്. അത് കാരണമാണല്ലോ നമ്മുടെ കോമ്പസ് നീഡിൽ ഡിഫ്ലക്റ്റ് ആയത്. കറണ്ട് അതിലെ കൂടി പാസ് ചെയ്യുന്നതുകൊണ്ട് വെറുതെ കോമ്പസ് നീഡിൽ ഡിഫ്ലക്റ്റ് ആവുമോ, ഇല്ല. കോമ്പസ് നീഡിൽ ഡിഫ്ലക്റ്റ് ആവണമെങ്കിൽ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വേണം. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, കറണ്ട് ക്യാരി ചെയ്യുന്ന ഈ വയറിന് ചുറ്റും എന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു, ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് കാരണമാണ് കോമ്പസ് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതേ ഒരു സർക്യൂട്ട് ഡയഗ്രാമിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു കോമ്പണൻസ് വെച്ചിട്ടുള്ള ഇമേജ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു നീഡിലാണ്, ഒരു ബാറ്ററി, കീ ഉണ്ട്, ഒരു റിയോസ്റ്റാറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു ആ എക്സ്പെരിമെന്റ് എന്നുള്ളത് ക്ലിയർ ആയല്ലോ. അപ്പോൾ ആ വീഡിയോ എന്താണെന്നുള്ളത്, ആ എക്സ്പെരിമെന്റിന്റെ വീഡിയോ നമുക്കൊന്ന് കാണാം. അപ്പോൾ അവിടെ AB ആണ് കേട്ടോ കറണ്ട് എലമെന്റ് എന്ന് പറയുന്നത്. അവിടുത്തെ ആ ഒരു വയർ, കറണ്ട് ഏത് പാർട്ടിലൂടെയാണോ കറണ്ട് പാസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അതിനെ കറണ്ട് എലമെന്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എവിടെയാണ്, ബിയിൽ നിന്ന് എയിലേക്കാണ് കറണ്ട് പാസ് ചെയ്തത്. ആ സമയത്ത് നിങ്ങൾക്ക് കാണാം നീഡിലിന് എന്ത് സംഭവിച്ചു, നീഡിലിൽ ഒരു ഡിഫ്ലക്ഷൻ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ തന്നെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക്സിനെ കുറിച്ചിട്ട് ഓയിസ്റ്റേഡ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ആ എക്സ്പെരിമെന്റിന്റെ ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത്? A current in a straight wire makes a deflection in a magnetic needle. അപ്പോൾ സ്ട്രെയിറ്റ് വയറിലുള്ള കറണ്ട് എന്തിന് കാരണമാക്കുന്നു, ആ ഒരു മാഗ്നറ്റിക് നീഡിലിന്റെ ഒരു വ്യതിയാനം അല്ലെങ്കിൽ മാഗ്നറ്റിക് നീഡിലിന്റെ ഡിഫ്ലക്ഷന് കാരണമാകുന്നു. ഓക്കെ, the deflection increases on increasing current. നമ്മളിപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കറണ്ടിന്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, സ്വാഭാവികമായിട്ടും ആ ഒരു നീഡിലിന്റെ ഡിഫ്ലക്ഷൻ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു അല്ലെ. കാരണം എന്താണ്, കറണ്ട് കൂടുതൽ പാസ് ചെയ്യുന്നതനുസരിച്ച് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ്ങർ ആവുന്നു. സ്ട്രോങ്ങർ മാഗ്നറ്റിക്
ഫീൽഡില് നീഡിലിന് കൂടുതൽ ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നു. ഓക്കെ, അടുത്തത് ഹി ഓൾസോ ഫൗണ്ട് ദാറ്റ് റിവേഴ്സിംഗ് ദ ഡയറക്ഷൻ ഓഫ് കറന്റ് റിവേഴ്സസ് ഡയറക്ഷൻ ഓഫ് നീഡിൽ. ഓക്കെ, നമ്മൾ ആ ഒരു സർക്യൂട്ട് ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ചെയ്ത് ആ പൊളാരിറ്റി റിവേഴ്സ് ചെയ്ത് വരയ്ക്കുമ്പോഴത്തേനും നമുക്ക് കാണാൻ സാധിക്കും ആദ്യം നീഡില് എങ്ങോട്ടാണ് ഡിഫ്ലക്റ്റ് ചെയ്തിരുന്നത്, അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ആ ഒരു പൊളാരിറ്റി ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നീഡിലെ ഡിഫ്ലക്ഷൻ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഈ ഒരു ഓയിസ്റ്റഡ് എക്സ്പെരിമെന്റിലെ മെയിൻ പോയിന്റ്സ് എന്നുള്ളത് ക്ലിയർ ആയല്ലോ. അടുത്തതായിട്ട് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് എന്താണ്? മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് കറണ്ട്. ഒരു ഓയിസ്റ്റഡ് എക്സ്പെരിമെന്റിലൂടെ നമുക്ക് മനസ്സിലായത് അത് തന്നെയാണ്, കറണ്ട് ഒരു വയറിലൂടെ പാസ് ചെയ്യുമ്പോഴുള്ള മാഗ്നറ്റിക് ഇഫക്റ്റ് അഥവാ ആ ഒരു വൈദ്യുതിയുടെ കാന്തിക ഫലം അല്ലെങ്കിൽ കാന്തിക പ്രഭാവം എന്ന് നമുക്ക് പറയാം. ഓക്കെ, a magnetic field is produced around a current carrying conductor. ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും എന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു? ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ആൻഡ് മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രിസിറ്റി റിലേറ്റഡ് ആണെന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് പറയാം. എന്താണ്? മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രിസിറ്റി ഈസ് ഇന്റർ റിലേറ്റഡ്. ദേ ആർ ഇന്റർ റിലേറ്റഡ്. ദിസ് ഈസ് നോൺ ആസ് ഇലക്ട്രോമാഗ്നറ്റിസം. ഓക്കെ, ഇതിനെ തന്നെയാണ് ഇലക്ട്രോമാഗ്നറ്റിസം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റിസത്തിനും നമ്മുടെ ഡെയിലി ലൈഫിൽ കുറേ സ്ഥലത്ത് എന്തുണ്ട്? ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, സോഴ്സസ് ആൻഡ് ഫീൽഡ്സ്. ഓരോ ഫീൽഡിനും കാരണമാകുന്ന സോഴ്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിന് കാരണമാകുന്നത് ആരാണ്? അവിടുത്തെ ചാർജസ് ആണ്. ഓക്കെ, കറണ്ട് എന്ന് പറയുന്നത് ആ ചാർജസിന്റെ ഫ്ലോയിനെ തന്നെയാണ്, ഇലക്ട്രോൺസിന്റെ ഫ്ലോയിനെയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുക. അതുപോലെ തന്നെ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന് കാരണമാകുന്നത് ആരാണ്? അപ്പോൾ അത് മോഷനിലുള്ള ചാർജസ് അല്ല, സ്റ്റാറ്റിക് ചാർജസ് ആണ് കേട്ടോ. ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവണമെങ്കിൽ തീർച്ചയായും ചാർജസിന്റെ ഫ്ലോ വേണം. എന്നാൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നത് ആരാണ്? ചാർജസ് അറ്റ് റെസ്റ്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചാർജസ് അറ്റ് റെസ്റ്റ് ആണ്. സ്റ്റാറ്റിക് ചാർജസ്. സ്റ്റാറ്റിക് ചാർജ് ഇസ് ദി സോഴ്സ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഒരു ചാർജ് ഉണ്ട് എന്ന് കരുതുക. ഓക്കെ, ഒരു പോസിറ്റീവ് ചാർജ് തന്നെയാണെന്ന് കരുതുക. ഒരു പോസിറ്റീവ് ചാർജ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് എന്ന് കരുതുക. ഓക്കെ, ആ ഒരു ചാർജിന് ചുറ്റും തീർച്ചയായിട്ടും എന്ത് ഫീൽ ചെയ്യും? അതിന് ചുറ്റും വേറൊരു ചാർജിന് ഒരു ഫോഴ്സ് ഫീൽ ചെയ്യും. അതിന് ചുറ്റും ഒരു റീജിയനിൽ എന്ത് ഫീൽ ചെയ്യും? മറ്റൊരു ചാർജ് അവിടേക്ക് വന്നു കഴിഞ്ഞാൽ ആ ചാർജിന് എന്ത് ഫീൽ ചെയ്യും? ആ ഒരു ഫോഴ്സ് ഫീൽ ചെയ്യും. ഓക്കെ, ആ ഒരു റീജിയനെ തന്നെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി the source of magnetic field is current or moving charge. എന്നാൽ മാഗ്നറ്റിക് ഫീൽഡിന് എന്ത് നിർബന്ധമാണ്? മൂവിങ് ചാർജസ് നിർബന്ധമാണ്. കാരണം മൂവിങ് ചാർജസ് കാരണമേ അല്ലെങ്കിൽ ചാർജസ് മൂവ് ചെയ്യുമ്പോൾ മാത്രമേ അവിടെ എന്തുണ്ടാവുന്നുള്ളൂ? കറണ്ട് ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ, ആ കറണ്ട് ഉണ്ടാവുമ്പോഴാണ് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. അടുത്തത്, both the electric and magnetic fields are vector fields and both obeys superposition principle. രണ്ടും വെക്റ്റർ ഫീൽഡുകളാണ്. എന്താണ് ഈ വെക്റ്റർ ഫീൽഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വെക്റ്റർ ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്റ്റർ ലോസ് ഇവർ ഒബേ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളും ഇവർ ഒബേ ചെയ്യുന്നുണ്ട്. എന്താണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിൽ ഓക്കെ, ഒരു ചാർജ് എടുത്തു. ആ ഒരു ചാർജിന്മേൽ ടോട്ടൽ ഫോഴ്സ്, അതിന് ചുറ്റുമുള്ള എല്ലാ ചാർജസും കാരണം, ആ ഒരു സിസ്റ്റത്തിലെ എല്ലാ ചാർജസും കാരണം ഞാൻ എടുക്കുന്ന ആ ഒരു സ്പെസിഫിക് ചാർജിലുള്ള ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് ഈ എല്ലാ ചാർജസിന്റെയും ഫോഴ്സിന്റെ വെക്റ്റർ സം ആയിരിക്കും. ഓക്കെ, അതായത് ഒന്നുകൂടി പറയാം, ഒരു ചാർജ് ഉണ്ട്, ഒരു സിസ്റ്റം ഓഫ് ചാർജിൽ ഒരു ചാർജിന്മേൽ ആക്ട് ചെയ്യുന്ന റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ചാർജിന്മേൽ അവിടുത്തെ എല്ലാ ചാർജസും കാരണം ഉണ്ടാവുന്ന ഫോഴ്സിന്റെ എല്ലാം വെക്റ്റർ സം ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത്, മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസിൽ എങ്ങനെയാണ്? ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തിന്റെ വെക്റ്റർ സം ആയിരിക്കും? എല്ലാ കണ്ടക്ടേഴ്സും അല്ലെങ്കിൽ എല്ലാ കറണ്ട് എലമെന്റ്സിന്റെയും സം, വെക്റ്റർ സം ആയിരിക്കും എന്ത്? ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഇവർ ഒബേ ചെയ്യുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, ക്ലിയർ ആണല്ലോ. മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്
ഒരു മാഗ്നറ്റിന് ചുറ്റും അതിൻ്റെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു റീജിയൻ, അല്ലെങ്കിൽ അതിനു ചുറ്റും മറ്റൊരു മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസിന്മേൽ അത് ഫോഴ്സ് ചെലുത്തുന്ന ആ ഒരു റീജിയൻ, എത്രമാത്രം റീജിയനിലാണോ അതിൻ്റെ ഫോഴ്സ് ചെലുത്താൻ സാധിക്കുക, ആ ഒരു റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ദ ഏരിയ അറൗണ്ട് എ മാഗ്നറ്റ് ഓർ മാഗ്നറ്റിക് ഓബ്ജക്റ്റ്. അതൊരു മാഗ്നറ്റിന് ചുറ്റുമുള്ള ഏരിയ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഓബ്ജക്റ്റ്, അല്ലെങ്കിൽ ഓർ ആൻ ഇലക്ട്രിക് ചാർജ്. ഓക്കെ, ഇലക്ട്രിക് ചാർജിന് ചുറ്റുമാകാം വേർ മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട്സ്. ഓക്കെ, ഈ ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇലക്ട്രിക് ചാർജ് ഫ്ലോ ചെയ്യുന്നതിനോടൊപ്പം അവിടെ അതിന് ചുറ്റും എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതാണ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് ഇസ് റെപ്രസെന്റഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, പിക്ടോറിയലി. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ആരുടെ ഹെൽപ്പ് എടുക്കുന്നു, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അഥവാ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് നമ്മൾ പറയും. ഓക്കെ, ഒരു ബാർ മാഗ്നറ്റിലെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഏത് വിധത്തിലായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ് ആ ലൈൻസ് ഓഫ് ഫോഴ്സ് പോയിരിക്കുന്നത്? സൗത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നോർത്തിലേക്കാണ്. ഓക്കെ, ഇൻസൈഡ് ദി മാഗ്നറ്റ് സൗത്ത് ടു നോർത്ത് ആണ് ഡയറക്ഷൻ. അതുപോലെ തന്നെ ഔട്ട്സൈഡ് ദി മാഗ്നറ്റ് എങ്ങനെയാണ് ഡയറക്ഷൻ, നോർത്ത് ടു സൗത്ത് ആണ്. നമ്മൾ പറയാറ് ദി ലൈൻസ് എമേർജസ് ഫ്രം നോർത്ത് ആൻഡ് മേർജസ് അറ്റ് സൗത്ത്. ഓക്കെ, എന്താണ്, നോർത്തിൽ നിന്ന് തുടങ്ങി സൗത്തിലേക്ക് വന്ന് തീരും എന്നാണ് പറയാറ്. നോർത്തിൽ നിന്ന് എമർജ് ചെയ്യുകയും അതുപോലെ തന്നെ സൗത്തിലേക്ക് മെർജ് ചെയ്യുകയും ചെയ്യുമെന്നാണ് നമ്മൾ പറയാറ്. അതുപോലെ തന്നെ അവരെന്താണ്, ക്ലോസ്ഡ് ലൂപ്സ് ആണ് അവർ ഫോം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, അവർ എത്രമാത്രം അടുത്താണോ അത്രമാത്രം ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് അവിടെ കൂടുതലായിരിക്കും. ഓക്കെ, യൂണിഫോം ഒരേപോലത്തെ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ലൈൻസ് ഏകദേശം ഒരേ ഡിസ്റ്റൻസിലായിരിക്കും. ഇനി അതല്ല, ഇനി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ പോൾസിലായിരിക്കും ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ ഉണ്ടാവുക. കണ്ടോ, അവിടെ ലൈൻസ് എന്താണ് ഇങ്ങനെ തിങ്ങി നിറഞ്ഞാണ് നിൽക്കുന്നത് അല്ലേ. കോൺസെൻട്രേറ്റഡ് ലൈൻസിന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ അവരുടെ ക്ലോസ്നെസ് കൂടുമ്പോൾ അവിടെ എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്തും കൂടുതലാണെന്നാണ് അർത്ഥം. ഓക്കെ, പിന്നെന്താണ്, ഒന്നിനെയും ക്രോസ് ചെയ്യുന്നില്ല, അവരെന്ത് ചെയ്യുന്നില്ല, പരസ്പരം ഇന്റർസെക്ട് ചെയ്യുന്നില്ല, അവര് ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല ലൈനുകളും. ഓക്കെ, ഇതൊക്കെയാണ് ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, പോയിന്റ്സ് ക്ലിയർ ആണല്ലോ. അവരുടെ ക്ലോസ്നെസ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. പിന്നെ ഒരു പോയിന്റും കൂടിയുണ്ട്, ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഓക്കെ, ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, അതിന്റെ ടാൻജന്റ് ആ ഫീൽഡ് ലൈനിന്റെ ഡയറക്ഷൻ തരുന്നു. ഓക്കെ, അതായത് ഈ ഒരു ഫീൽഡ് ലൈനിൽ നമ്മളൊരു ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നു, അത് ആ ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് തരുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇതൊരു ബാർ മാഗ്നറ്റിന്റെ ആ ഒരു റെപ്രസെന്റേഷൻ ആയിരുന്നു. ഓരോ ഒബ്ജക്റ്റിലേക്ക് വരുമ്പോഴും അതിന് വ്യത്യാസം വരും. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ലോറൻസ് ഫോഴ്സിനെ കുറിച്ചിട്ടാണ്. ഒരു ചാർജ്, ഓക്കെ, അതായത് ഒരു പ്രത്യേക വെലോസിറ്റി v എന്ന് പറഞ്ഞ വെലോസിറ്റി ആണെന്ന് കരുതുക. v എന്ന് പറഞ്ഞ വെലോസിറ്റിയിലുള്ള ഒരു ചാർജ് ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക്, ഇത്തരത്തിലുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡാണ് കരുതുക. ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ആ ഒരു ചാർജ് എൻ്റർ ചെയ്തു എന്ന് കരുതുക. ഓക്കെ, അങ്ങനെയെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സ് എത്രയായിരിക്കും, ആ ഒരു ഫീൽഡ് അതിന്മേൽ കൊടുക്കുന്ന ഫോഴ്സ് എത്രയായിരിക്കും. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് കരുതുക. ഇതിലേക്ക് ഒരു ചാർജ് എന്ത് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. A charge plus q moving with a velocity v through a magnetic field b. Okay, the charge experiences a magnetic force given by F is equal to qvb sin theta. Okay, അപ്പോൾ vb sin theta, വിന്റെയും ബിന്റെയും ഇടയിൽ ഉണ്ടാകുന്ന ആംഗിൾ ആണ് ഈ തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഇവർ ക്രോസ് പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് ഇവിടെ സൈൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ചാർജ് ഒരു പ്രത്യേക ആംഗിളിലായിരിക്കും അതിലൂടെ പോവുക. ഓക്കെ, ആ ഒരു തീറ്റ ആംഗിളിലായിരിക്കും അതിലൂടെ പോവുക. അപ്പോൾ അതിന്
മാഗ്നറ്റിക് ഫീൽഡ് കാരണം എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു ഫോഴ്സ് ആണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. F is equal to QVB sin theta. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ലോറൻസ് ഫോഴ്സിന്റെ ആ ഒരു കോമ്പണൻസിന്റെ റെപ്രസെന്റേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ ബിയും ബിയും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. ഫോഴ്സ് നമുക്ക് ഇവിടെ കാണാം, ഇതാണ് ചാർജ്. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ആ ഒരു ഇക്വേഷന്റെ ഒരു വെക്ടർ ഫോം ആണ് F is equal to Q into V cross B. അതുപോലെ തന്നെ ക്രോസ് വന്നിരിക്കുന്നത് സൈൻ തീറ്റ എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ F is equal to QVB sin theta. This is the magnitude of force. ഓക്കെ, ഇത് വെക്ടർ ഫോം ആണ്. അതിൽ നിന്ന് എഫ് എടുത്ത് എഴുതി കഴിഞ്ഞാൽ ഇതിനെ എഫ് ഇസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റനെ നമുക്ക് എന്ത് പറയാം? ദിസ് ഇസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഫോഴ്സ് വെർ തീറ്റ ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി വെക്ടേഴ്സ് ബി ആൻഡ് വി. ഓക്കെ, അപ്പോൾ ബിയും വിയും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ. അപ്പോൾ വിയിൽ നിന്ന് ബിയിലേക്ക് ഒരു റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ അങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, നമ്മൾ എന്താ ഇമേജിൻ ചെയ്യുന്നത്? ഒരു റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ വിച്ച് ഇസ് മൂവിങ് ഫ്രം വി ടു ബി. ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് സ്ക്രൂ, ആ സ്ക്രൂവിന്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ എങ്ങനെയാണോ അത് തന്നെയായിരിക്കും എന്താണ് ഫോഴ്സിന്റെ ഡയറക്ഷനെയും തരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തതായിട്ട് ലോറൻസ് ഫോഴ്സിന്റെ തന്നെ രണ്ട് കേസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ? എഫ് ഇസ് ഈക്വൽ ടു ക്യൂ VB sin theta. F is equal to QVB sin theta. When the charged particle moves perpendicular to the magnetic field B, magnetic Lorentz force will be maximum എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എപ്പോഴാണ് മാക്സിമം ആവുന്നത്? When it moves perpendicular. ഇതാണ് നമ്മുടെ ഫീൽഡ് എന്ന് കരുതുക. ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ചാർജ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത്തരത്തിലാണ് പാർട്ടിക്കിൾ, ആ ഒരു ക്യൂ ചാർജുള്ള പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് എന്ന് കരുതുക. അവിടുത്തെ ആംഗിൾ എത്രയാണ്? തീറ്റ ഇസ് ഗോയിങ് ടു ബി 90 degree. ഓക്കെ, സോ വാട്ട് ഇസ് ഗോയിങ് ടു ബി സൈൻ 90? സൈൻ 90 is going to be 1. സൈൻ 90 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ F is equal to QVB sin 90 എന്ന് പറയുന്നത് എത്രയായിരിക്കും? F is equal to QVB ആയിരിക്കും. ഇതാണ് ആ ഒരു മാക്സിമം ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. മാക്സിമം മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എപ്പോഴായിരിക്കും? ആ ചാർജ്ഡ് പാർട്ടിക്കിളും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡുമായിട്ടുള്ള ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ആകുമ്പോഴായിരിക്കും അവിടുത്തെ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്താവുക? മാക്സിമം ആവുക. ഓക്കെ, ഇനി when the charged particle moves in a direction parallel to the magnetic field, പാരലൽ ആയിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് കരുതുക. ചാർജ്ഡ് പാർട്ടിക്കിളും എന്ത് ചെയ്യുന്നു? പാരലൽ ആയിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ is there a theta here? തീറ്റ ഉണ്ടോ അവിടെ? തീറ്റ ഒരു കേസ് പാരലൽ ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം തീറ്റ 0 എന്നും പറയാം, തീറ്റ 180 എന്നും പറയാം. ഓക്കെ, പാരലൽ ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ അവിടെയുള്ള തീറ്റ ഏതാണ്? തീറ്റ 0 എന്നും പറയാം, തീറ്റ 180 ഡിഗ്രി എന്നും പറയാം അല്ലേ? ഇങ്ങോട്ട് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു ഡയറക്ഷനിലേക്കും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാം. ആ രണ്ട് കേസിലും സൈൻ എത്രയാണ്? സൈൻ 0 is equal to 0. അതുപോലെ തന്നെ സൈൻ 180 is going to be 0. So F is equal to QVB sin 0 അല്ലെങ്കിൽ QVB sin 180 will give you 0. ഇതുകൊണ്ടാണ് പാരലൽ ആകുമ്പോഴത്തേനും അവിടെ എന്ത് സംഭവിക്കുന്നത്? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആവുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ലോറൻസ് ഫോഴ്സ്. ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസും കൂടി ഉണ്ടാകുമ്പോൾ ലോറൻസ് ഫോഴ്സ് എങ്ങനെയായിട്ട് മാറുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. The force experienced by moving charge in electric and magnetic field is called Lorentz force. Okay, അപ്പോൾ എന്താണ്? ഒരു മൂവിംഗ് ചാർജിന് ഇലക്ട്രിക്കും മാഗ്നറ്റിക് ഫീൽഡിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ ലോറൻസ് ഫോഴ്സ് എന്ന് വിളിക്കും. The Lorentz force experienced by charge Q moving with velocity v is given by. ഓക്കെ, അപ്പോൾ ചാർജ് Q ഉള്ള അതുപോലെ തന്നെ വെലോസിറ്റി v ഉള്ള ഒരു ഒബ്ജക്റ്റിന്റെ ലോറൻസ് ഫോഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം? F is equal to വെക്ടർ ആക്കി എഴുതാം നമുക്ക് Q into V cross B plus E. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എഴുതാം F is equal to Q into E plus Q into V cross B എന്ന രീതിക്ക് നമുക്ക് ഈ ഒരു ഇക്വേഷനെ എഴുതാൻ സാധിക്കും. ഓക്കെ,
ക്ലിയർ ആണല്ലോ ലോറൻസ് ഫോഴ്സിന്റെ എക്സ്പ്രഷൻ മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഇലക്ട്രിക് ഫീൽഡിന്റെയും കേസിൽ. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഫീച്ചേഴ്സ് ഓഫ് ലോറൻസ് ഫോഴ്സ്. എന്തൊക്കെയാണ് ലോറൻസ് ഫോഴ്സിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ, ലോറൻസ് ഫോഴ്സ് ഓൺ പോസിറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജിൽ ലോറൻസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് പോലെയല്ല നെഗറ്റീവ് ചാർജിൽ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, പോസിറ്റീവ് ചാർജിൽ ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നെഗറ്റീവ് ചാർജിൽ ആക്ട് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ലോറൻസ് ഫോഴ്സ് പോസിറ്റീവ് ചാർജിൽ ആക്ട് ചെയ്യുക. കാരണം എന്താണ്? ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ചാർജ് Q. ഓക്കെ, അതുപോലെ തന്നെ ഡയറക്ഷൻ ഓഫ് ലോറൻസ് ഫോഴ്സ് ഇസ് പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിന്റെയും അതുപോലെ തന്നെ വെലോസിറ്റിയുടെയും പെർപെൻഡിക്കുലർ ആയിരിക്കും എന്താക്ട് ചെയ്യുക? ഇത് ബി മാഗ്നറ്റിക് ഫീൽഡാണ്, വി വെലോസിറ്റി. അപ്പോൾ ഇവർക്കിടയിൽ ഒരു തീറ്റയിലായിരിക്കും, തീറ്റ സെപ്പറേഷനിലായിരിക്കും ഇവരുണ്ടാവുക. ഇവർക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ലോറൻസ് ഫോഴ്സ് ആക്ട് ചെയ്യുക. നമ്മൾ പറഞ്ഞിരുന്നത് പോലെ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ വെച്ചിട്ടോ അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടോ നമുക്ക് എന്ത് പറയാം? ഈ ഒരു ഫോഴ്സിന്റെ ഡയറക്ഷനെ നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തത്, only moving charges experience magnetic force. ഉറപ്പാണ് സ്റ്റാറ്റിക് ചാർജസിന് മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യില്ല. ആൻഡ് only moving charges. ഓക്കെ, സോ ഫോർ സ്റ്റാറ്റിക് ചാർജ് വെലോസിറ്റി 0 ആണല്ലോ സ്റ്റാറ്റിക് ചാർജിന്. v 0 ആണെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് എന്തായിരിക്കും? ഉറപ്പായിട്ടും 0 ആയിരിക്കും. ഇനി a charged particle moving parallel or anti-parallel to magnetic field will not experience magnetic force and moves undeviated. ഓക്കെ, പാരലലോ ആന്റി പാരലലോ, ഓക്കെ പാരലൽ ആകാം അല്ലെങ്കിൽ ആന്റി പാരലൽ ആവാം. മാഗ്നറ്റിക് ഫീൽഡിന് പാരലലോ ആന്റി പാരലലോ ആയിട്ട് മൂവ് ചെയ്യുന്ന ഇതാണ് ചാർജ് എന്ന് കരുതുക. ഇറ്റ് ഈസ് മൂവിങ് എനിവേ, ഇങ്ങനെയാണെങ്കിലും അല്ലെങ്കിൽ ഇത്തരത്തിലാണെങ്കിലും പാരലൽ അല്ലെങ്കിൽ ആന്റി പാരലൽ ആയിട്ട് മൂവ് ചെയ്യുന്നെങ്കിൽ അവരിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സ് എത്രയായിരിക്കും? ആ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യില്ല, മാഗ്നറ്റിക് ഫോഴ്സ് 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തുണ്ടാവുന്നില്ല? ഫോഴ്സ് ആക്ട് ചെയ്തതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ഒരു പാത്തിൽ ഡീവിയേഷൻ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് അതിന്റെ മാഗ്നറ്റിക് ഫോഴ്സും അതുപോലെ തന്നെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ അവർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്താ സംഭവിക്കുക? വർക്ക് ഡൺ ബൈ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ദ വർക്ക് ഡൺ ബൈ മാഗ്നറ്റിക് ഫോഴ്സ് ഇസ് 0 when magnetic force is perpendicular to velocity. മാഗ്നറ്റിക് ഫോഴ്സ് എങ്ങനെയായിരിക്കും എപ്പോഴും ആക്ട് ചെയ്യുന്നത്? പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഫോഴ്സ് ഉണ്ട്, പക്ഷെ അവിടുത്തെ വർക്ക് ഡൺ എന്താണ്? അവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നതാണ് 0. ഓക്കെ, ഇനി ഒരു ചാർജ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അതെന്ത് ചെയ്യുന്നു? അതൊരു സർക്കുലർ പാത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇത്തരത്തിലാണ് എന്നുള്ള രീതിക്ക് കരുതുക. ഓക്കെ, അത് എൻ്റർ ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എങ്കിൽ അതെന്ത് ചെയ്യുന്നത്? ഒരു സർക്കുലർ പാത്ത്, ഇതുപോലത്തെ ഒരു സർക്കുലർ പാത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, എന്താണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്? ടെസ്ലയാണ്. ടെസ്ലയാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ.